ഏകദേശം 75 അടി നീളമുള്ള മഹാശിവലിംഗം. പക്ഷേ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലല്ല. ഹിമലിംഗത്തിന് പേരുകേട്ട അമർനാഥ് പോലൊരിടം യൂറോപ്പിലുമുണ്ട്. അമർനാഥിലെ ശിവലിംഗത്തേക്കാൾ 10 മടങ്ങ് വലുതാണ് ഈ ഐസ് ഗുഹ. പക്ഷേ അവിടെ എത്തുന്നവർ ഭക്തരല്ല, ശാസ്ത്രജ്ഞരാണ്. ആ ഗുഹയുടെ കാരണം തേടിയാണ് അവരവിടെ എത്തുന്നത് പോലും. അത്രത്തോളം അത്ഭുതം ഒളിച്ചു വെക്കാനായി ഇവിടെ എന്താണുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നാണ് അമർനാഥ്. ഹിമലിംഗമായി ശിവൻ കുടികൊള്ളുന്നുവെന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് വർഷാവർഷവും നിരവധി ഭക്തരാണ് എത്തിച്ചേരുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ ശിവലിംഗം ഉള്ളതെന്നാണ് ഒരു കാലം വരെ നമ്മൾ ഇന്ത്യക്കാർ അഹങ്കരിച്ചത്. എന്നാൽ ഈ ധാരണ തെറ്റാണ്. കാരണം അമർനാഥിനേക്കാൾ വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. ഇവിടെ ഭക്തരാണ് എത്തുന്നതെങ്കിൽ അവിടെ എത്തുന്നത് ശാസ്ത്ര കുതുകികളാണ്. ആ ഗുഹയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും അവർക്കവിടെ പഠന വിഷയമാണ്. വിശ്വാസത്തിന്റെ താഴിട്ട് ശാസ്ത്രത്തെ പൂട്ടാൻ താല്പര്യമില്ലാത്ത ഓസ്ട്രേലിയൻ ജനതയ്ക്ക് മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. ഒന്നോർത്തു നോക്കിക്കേ, ഇത് നമ്മുടെ രാജ്യത്താണ് സംഭവിക്കുന്നത് എങ്കിലോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. ലോകത്തെ ഏറ്റവും നിഗൂഢമായ ആരാധനാ കേന്ദ്രത്തിലൊന്നാണ് അമർനാഥ്. അമരത്വത്തെ സൂചിപ്പിക്കുന്ന അമർ എന്ന വാക്കും ഈശ്വരനെ സൂചിപ്പിക്കുന്ന നാഥ് എന്ന വാക്കും ചേർന്നാണ് അമർനാഥ് എന്ന പേര് രൂപം കൊണ്ടത്. ശ്രീനഗറിൽ നിന്നും 145 കിലോമീറ്റർ അകലെ കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലാണ് അമർനാഥ് ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞിൽ രൂപം കൊണ്ടിട്ടുള്ള സ്വയംഭൂവായ ശിവലിംഗം ഭക്തരുടെ ഉള്ളിൽ ആഴത്തിലുള്ള ഭക്തിയും അത്ഭുതവും നിറയ്ക്കുന്ന ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. സമുദ്രത്തിൽ നിന്ന് 3888 അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 150 അടി ഉയരവും 90 അടി വീതിയുമുള്ള പ്രകൃതി നിർമ്മിതമായ ക്ഷേത്രമാണ് അമർനാഥിലേത്. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ആരംഭത്തോടെ രൂപം കൊള്ളുന്ന ഹിമലിംഗ പൗർണമി നാളിൽ പൂർണ്ണ രൂപത്തിൽ വിളങ്ങും. ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ശ്രാവണ മാസത്തിലെ പൗർണമി മുതൽ കൃഷ്ണപക്ഷത്തിലെ അമാവാസി വരെ മഹാദേവൻ ഈ ഗുഹയിൽ ലിംഗരൂപത്തിൽ പ്രത്യക്ഷനായി അനുഗ്രഹിക്കുന്നുവെന്നാണ് വിശ്വാസം. ഏകദേശം 5000 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കൽ ഒരു ആട്ടിടയൻ യാദൃശ്ചികമായി അമർനാഥ് ഗുഹയിൽ അകപ്പെട്ടത്രേ. അവിടെ കണ്ടുമുട്ടിയ മുനി ആട്ടിടയന് ഒരു സഞ്ചി നിറയെ കൽക്കരി നൽകി. വീട്ടിലെത്തി സഞ്ചി തുറന്നു നോക്കിയപ്പോൾ കൽക്കരി മുഴുവൻ സ്വർണമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. മുനിയോട് നന്ദി പറയാനായി തിരിച്ചെത്തിയ ആട്ടിടയൻ മുനിശ്രേഷ്ഠന് പകരം മഞ്ഞിൽ രൂപം കൊണ്ട ശിവലിംഗമാണ് അവിടെ കണ്ടത്. ഗുഹാക്ഷേത്രം കണ്ടെത്തിയത് ഈ ആട്ടിടയനാണെന്നാണ് വിശ്വാസം. പിന്നീട് എല്ലാ വർഷവും സ്വയംഭൂവായ ഭഗവാനെ ആരാധിക്കാൻ ഭക്തർ ഇവിടെ എത്തി തുടങ്ങി. മുസ്ലിം ആയിരുന്ന ആ ആട്ടിടയനോടുള്ള ബഹുമാനാർത്ഥം ക്ഷേത്രത്തിന്റെ വരുമാനം കൊടുക്കുന്നത് മുസ്ലിങ്ങൾക്കാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമുള്ളത് അമർനാഥിലെ ഗുഹാക്ഷേത്രത്തിലല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം ഓസ്ട്രേലിയയിലെ സാൽസ്ബർഗിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. അമർനാഥിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ ശിവലിംഗമാണ് ഇവിടെയുള്ളത്. മഞ്ഞുവീഴ്ചയിൽ പ്രകൃതിദത്തമായ ശിവലിംഗം രൂപപ്പെട്ട അമർനാഥ് ക്ഷേത്രത്തിലെ ശിവലിംഗത്തെക്കുറിച്ച് ലോകം മുഴുവൻ അറിയാം. എന്നിരുന്നാലും അമർനാഥിലെ ശിവലിംഗം പോലെ അതിനേക്കാൾ വലിപ്പമുള്ള ഈ ശിവലിംഗത്തിനരികിലേക്ക് ലോകമെമ്പാടുമുള്ള ആളുകൾ എത്താറുമുണ്ട്. പ്രാദേശികമായി ഓസ്ട്രേലിയയിലെ ഈ സ്ഥലം അറിയപ്പെടുന്നത് പോലും ഇവിടുത്തെ അമർനാഥ് എന്നാണ്. ഓസ്ട്രേലിയൻ നഗരമായ സാൽസ്ബർഗിന് സമീപമുള്ള വെർഫനിൽ നിന്ന് 40 കിലോമീറ്റർ നീളമുള്ള ഒരു ഐസ് ഗുഹയാണിത്. ഇതിന് പ്രകൃതിദത്തമായ ശിവലിംഗ രൂപവുമുണ്ട്. അമർനാഥിലെ ശിവലിംഗത്തേക്കാൾ 10 മടങ്ങ് വലുതാണ് ഈ ഐസ് ഗുഹ. ഏകദേശം 75 അടി നീളമുള്ളതാണ് ഇവിടുത്തെ ശിവലിംഗവും. ഈ ഗുഹയിൽ ഏകദേശം 1 കിലോമീറ്ററോളം ഗോവണിയും സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ സന്ദർശകർക്ക് ശിവലിംഗത്തിൽ എത്തിച്ചേരാം. ഗുഹയ്ക്കുള്ളിൽ കയറുക എന്നത് അത്ര എളുപ്പമുള്ള ജോലിയല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മഞ്ഞു ഗുഹയായ ഇവിടത്തെക്കുറിച്ച് ലോകം അറിയുന്നത് 1879 കാലഘട്ടത്തിലാണ്. ശിവലിംഗം പോലെ തോന്നിക്കുന്ന നിരവധി രൂപങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് മഞ്ഞു ഗുഹ തുറന്നിരിക്കുന്നത്. ഈ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതോടെ മറ്റൊരു ലോകത്തെത്തിയ പ്രതീതിയാണ് നമുക്കുണ്ടാകുക. പക്ഷേ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാനും ഈ ഗുഹയുടെ സവിശേഷതകൾ മനസ്സിലാക്കാനും നിരവധി വിദ്യാർത്ഥികളും ശാസ്ത്ര കുതകികളുമാണ് ഇങ്ങോട്ടെത്തുന്നത്. അപ്പോൾ യൂറോപ്പിലെ അമർനാഥിനെ കുറിച്ച് കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.